അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, നമ്മളൊക്കെ 2ാം ക്ലാസ്സിലാണല്ലേ? ഇൻഷാ അല്ലാഹ് രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ക്ലാസ് 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള വിശുദ്ധ ഖുർആൻ്റെ പാരായണം ചെയ്യുന്ന ഭാഗവും അതുപോലെ തന്നെ മനഃപ്പാഠമാക്കുന്ന ഭാഗം സൂറത്തുൻ നാസും സൂറത്തുൻ നബ അമ്മ യതസാഅലൂൻ ഈ സൂറത്തിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളും ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കും. കാണുന്നവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉസ്താദ് ഓതി തരുന്നത് പോലെ തന്നെ നമ്മുടെ മദ്രസയിൽ നിന്ന് ഉസ്താദ് ഓതി നമ്മൾ കേട്ടതാണ്. നമ്മൾ കേട്ടത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ക്ലാസ് ഉള്ളത്. അപ്പോൾ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കലായിരിക്കും ഒന്നുകൂടി ഉചിതം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കളെ, നമ്മൾ നല്ല ഉഷാറായിട്ട് ഓതണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആദ്യം ഓതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അഊദും ബിസ്മിയും. അത് നമ്മൾ ഇപ്പോൾ തന്നെ അത് എന്ത് ചെയ്യണം, നല്ല ഉഷാറായിട്ട് പഠിച്ചു വെക്കുക. അത് ഇനി മറക്കാൻ പാടില്ല. അത് എപ്പോൾ ഓതുന്ന സമയത്തും നമ്മൾ വിശുദ്ധ ഖുർആനാണ് ഓതുന്നത്. വളരെ മനോഹരമായിട്ട് നമുക്കൊക്കെ നല്ല ശൈലിയുണ്ട് അല്ലേ? നമ്മളൊക്കെ നല്ല ഉഷാറായിട്ട് ഉസ്താദ് ഓതുന്നതിലേറെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓതാൻ കഴിയണം. അപ്പോൾ അത് ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഉസ്താദിൻ്റെ ലേറെ നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പാരായണം ചെയ്യാൻ കഴിയൂലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉഷാറല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അഊദു ഓതുമ്പോൾ അഊദു ബില്ലാഹി അഊദു ബില്ലാഹി എന്ന് പറയുന്നത് അത് നമ്മൾ പ്രത്യേകം നാവ് ഒന്ന് പുറത്ത് കിട്ടുകയാണെങ്കിൽ നാവിൻ്റെ തലഭാഗം അല്പം പുറത്തേക്ക് വരിക അല്ലേ? നാവിൻ്റെ തലഭാഗം അല്പം പുറത്തേക്ക് വന്നിട്ട് മേലെ മുൻപല്ലില്ലേ, നമ്മളെ മേലെ പല്ലുണ്ടല്ലോ, അതിൻ്റെ മുൻഭാഗത്തുള്ള പല്ലുണ്ടല്ലോ, ആ മുൻഭാഗത്തുള്ള വലിയ പല്ലിൻ്റെ ആ തായ് ഭാഗത്ത് തട്ടുന്ന രൂപത്തിൽ പല്ലിൻ്റെ ഉൾഭാഗത്ത് തട്ടാൻ പാടില്ല കേട്ടോ. പുറത്തേക്ക് ഇടണം. പുറത്തേക്ക് ഇനി പറഞ്ഞ് ശരിയാവാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കുറഞ്ഞ ഭാഗം പുറത്തേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പം ശരിയാവും. അവനെ തലഭാഗം മാത്രം പുറത്തേക്ക് ഇട്ട് അല്ലേ? അത് ഇത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് നമ്മൾ ഉഷാറാക്കണ്ട. മിനശ് ശൈത്വാനി നൂന്നാകാൻ പാടില്ല. അത് പലപ്പോഴും ചിലപ്പോൾ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മിനശ് ശൈത്വാനിർ റജീം. അതിൻ്റെ അവസാനം നീട്ടുക. 2ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിഷയമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, പറയുന്ന വിഷയങ്ങൾ നല്ല ശ്രദ്ധിച്ച് കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന് അവസാനം നീട്ടണം. ചെറിയ മക്കളായതുകൊണ്ട് ചിലപ്പോൾ കൂടുതലാണ് പോകില്ല. എന്നാലും ഒരു മിതമായ രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, മക്കളെ ഒന്ന് പറഞ്ഞ് ശരിയാക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കുക. അമ്മ യതസാഅലൂൻ. മക്കളെ, ഉസ്താദ് ഓതിയ പോലെ ഒന്ന് ഓതിക്കാണി. ഉസ്താദ് എങ്ങനെ ഓതിയ? അതിൻ്റെ 2ാമത്തെ അക്ഷരം ഒന്ന് മണിച്ചില്ലേ? ശദ്ദുള്ള മീമ്, ശദ്ദുള്ള നൂന്. ഇത് എപ്പോൾ എന്ത് ചെയ്യാം, മണിക്കണം കേട്ടോ. മണിക്കാരൻ എങ്ങനെ മണിക്കല് എന്ന് പറയും നമ്മള്. അറിയില്ലേ? അതെന്നെ ആ അക്ഷരത്തിന് എന്ന് പറയാം. അമ്മ യതസാഅലൂൻ. ഒന്ന് ഉമ്മാക്കൊന്ന് ഓതി കൊടുത്താണ് അപ്പൊ ഷാറാവും. അമ്മ യതസാഅലൂൻ. 2ാമത്തെ ആയത്ത് ഓതല്ലേ? അനിൻ നബഇൽ അളീം. അളീം അനിന്ന കൂട്ടി വായിക്കൽ എങ്ങനെ? അനിൻ നബഇൽ അളീം. അല്ലസീ എന്നല്ല, അല്ലസീ ഹും ഫീഹി മുഖ്തലിഫൂൻ. ഇവിടൊക്കെ എന്ത് ചെയ്യുക, അവസാനം നീട്ടുക.
കല്ല. എങ്ങനെ എന്തിനാ നീട്ടണത് എന്നൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലുണ്ട്. ഒരുപാട് വിശാലമായിട്ട് സാധാരണക്കാരായ മുതിർന്ന ആളുകൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ വേറെ ചിലവൊന്നുമില്ല. നമ്മൾ ക്ലാസ് കേൾക്കുക, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കേട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാക്കിയിട്ട് ഓതാൻ പറ്റിയ രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. ഏത് പ്രായമുള്ള ആളുകൾക്കും, ചെറിയ യുവാക്കൾക്കും യുവതികൾക്കും അതുപോലെ തന്നെ മുതിർന്ന 80-85 വയസ്സുള്ള ആളുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസത്തോടു കൂടെ ഓതാൻ കഴിയും എന്നൊരു ഉറപ്പുണ്ട് ക്ലാസ് കേൾക്കുന്നതിലൂടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അതിന് മുമ്പത്തെ രണ്ടാമത്തെ ആയത്ത് എന്തേനി? അളീം. മീമാണ് അവസാനം. മീമ് പറയുമ്പോൾ എന്ത് ചെയ്യണം? സുക്കൂണുള്ള മീമാകുമ്പം അവിടെ എന്ത് ചെയ്യും? അലീമീ എന്നാണുള്ളത്. നിർത്തുമ്പോൾ എന്ത് ചെയ്യും? മീമിന് സുക്കൂൺ ചെയ്യും. അലീം. അപ്പം ചുണ്ട് പൂട്ടണം. ഇവിടെ മുഖ്തലിഫൂൻ, ചുണ്ട് തുറക്കണം. കല്ല സയഅലമൂൻ, ചുണ്ട് തുറക്കുക. പിന്നത്തെ ഏതാണ്? ആയത്ത് ഏതാണ്? സുമ്മ അല്ലേ? ശദ്ദുള്ള മീമാണ്. ശദ്ദുള്ള മീമ് നൂന് മണിക്കണം. ثم كلا سيعلمون. ثم كلا سيعلمون. ألم نجعل الأرض مهادا. ألم نجعل الأرض مهادا. ألم نجعل الأرض مهادا. مهادا والجبال ഇങ്ങനെ കൂട്ടി വയ്ക്കുക. അതിൻ്റെ ഇടയിൽ ഒരു അലിഫ് ഉണ്ടല്ലേ, വസ്ലിൻ ഹംസ എന്ന് പറയും. അത് നമ്മൾ എന്ത് ചെയ്യണ്ട, ആ ചിഹ്നമുള്ള അലിഫ് കൂട്ടി വായിക്കുമ്പോൾ അത് പറയണ്ടല്ല. വൽ ജിബാല ഔതാദ. എങ്ങനെ? വൽ ജിബാല ഔതാദ. മക്കളെ, ഉമ്മാക്ക് അല്ലെങ്കിൽ ഉപ്പാക്ക് ഓതി കൊടുക്കണില്ലേ? അല്ലെങ്കിൽ ഉപ്പാപ്പ ഉണ്ടാവും, ഉമ്മാമ്മക്ക് ഉണ്ടാവും അല്ലേ? ഓൽക്കൊക്കെ ഓതി കൊടുക്കുക. وخلقناكم أزواجا. وخلقناكم أزواجا وجعلنا نومكم سباتا. سباتا وجعلنا نومكم سباتا وجعلنا الليل لباسا. وجعلنا الليل لباسا. എങ്ങനെ? وجعلنا الليل لباسا. وجعلنا الليل എന്ന് വായിക്കണ്ട. وجعلنا الليل നല്ലൈല കൂട്ടി വായിക്കുന്നത് ശരിയാവുന്നില്ലെങ്കിൽ നല്ലൈല എന്ന് പറയാം. എങ്ങനെ പറയാ? നല്ലൈല നല്ലൈല. وجعلنا الليل لباسا وجعلنا النهار معاشا. മക്കളെ ഒന്ന് ശരിയാക്കിയാണ്. وجعلنا النهار ഒന്ന് പറഞ്ഞാണ് ഉസ്താദ് പറഞ്ഞ പോലെ. നന്നഹാറ. وجعلنا النهار معاشا. അടുത്ത وبنينا فوقكم سبعا شدادا. وبنينا فوقكم سبعا شدادا. 12 ആയത്ത് മതി അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കൊന്നുകൂടി ഓതി വെക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൂറത്തുൻ നാസ് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദ് എന്താ ഓതാഞ്ഞ്? അത് നമ്മൾ ആദ്യം ഖുർആൻ എടുത്ത് ഓതുമ്പോൾ തുടക്കത്തിൽ മാത്രം അഊദ് ഓതിയാൽ മതി. പിന്നെ ബിസ്മി ഓതിയാൽ മതി കേട്ടോ.
അമ്മ യതസാഅലൂൻ. നീട്ടലൊക്കെ എന്ത് ചെയ്യുക? അല്പം നീട്ടാട്ടോ. അനിന്നബഇൽ അളീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا. 12 ആയത്താണ് ഓതിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സൂറത്തുൻ നാസ് സൗകര്യത്തുന്നുണ്ടാവും അല്ലേ? ഇല്ലെങ്കിൽ നമുക്കിത് പഠിക്കാനുള്ളതാണ്. നമുക്ക് ഓരോ സൂറത്ത് ഇങ്ങനെ എന്ത് ചെയ്യണം? മെല്ലെ മെല്ലെ പഠിക്കണം. കാണാതെ എന്ത് ചെയ്യുക? പഠിക്കുക. അതിങ്ങനെ എന്ത് ചെയ്യുക? 2-3 പ്രാവശ്യം ഇങ്ങനെ കേൾക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യം എന്ത് ചെയ്യുക? ഓതി ഇങ്ങനെ നോക്കുക. അപ്പോൾ ഓരോ ആയത്തുകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. കുറഞ്ഞ ആയത്ത് ഓരോ ആയത്തീച്ച ദിവസം ഇങ്ങനെ ഓതി പഠിച്ചാൽ മതി. എന്നാൽ തന്നെ എന്ത് ചെയ്യും? നമുക്ക് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ഒരായത്ത് എല്ലാം കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് പഠിക്കടാ എന്ന് പറഞ്ഞു എന്ത് ചെയ്യണ്ട? പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് പഠിയും. ഇന്ന് ഒരായത്ത് ഒരു 5-6 പ്രാവശ്യം ഓതിപ്പിക്കുക. നാളെയും ഇതേ ആയത്ത് ഓതിപ്പിക്കുക. അതിൻ്റെ കൂടെ 2ാമത്തെ ആയത്ത് ഓതിപ്പിക്കുക. നോക്കിയിട്ട് ഓതിപ്പിച്ചാൽ മതി. അങ്ങനെ 3ാമത്തെ ദിവസം 1ാമത്തെ ആയത്തും 2ാമത്തെ ആയത്തും 3ാമത്തെ ആയത്തും ഇങ്ങനെ ഓരോ ദിവസം എന്ത് ചെയ്യാം? ഇനി ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലായാലും കുഴപ്പമില്ല. ഒരു മാസത്തിൽ ഏകദേശം ഒറ്റ സൂറത്തെ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഒറ്റ യുദ്ധത്തിന് ഒന്നായിട്ട് പഠിപ്പിക്കുമ്പോൾ അത് പ്രയാസമാവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ ഓത്ത് ശ്രദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓതി പഠിപ്പിക്കുമ്പോൾ ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു ഒഴുക്കം മട്ടത്തിന് ഓതിപ്പിക്കരുത്. നമ്മൾ കഴിവിൻ്റെ പരമാവധി സ്ലോ ആക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് എപ്പോഴും ശരിയാകണം. ബിസ്മി എപ്പോഴും ഏത് സമയത്ത് ഓതുമ്പോൾ അങ്ങനെ തന്നെ ഓതാം. ബിസ്മി നമുക്ക് അറിയുന്നല്ലേ എന്ന് ശ്രദ്ധ വിട്ടു പോകാൻ പാടില്ല. അത് ആ രൂപത്തിൽ തന്നെ ശ്രദ്ധിക്കുക. മക്കളെ, ബിസ്മി എങ്ങനെ ഓതുക? സാവകാശം ഓതണം. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1ാമത്തെ ആയത്ത് ഓതല്ലേ? ഖുൽ എന്ന് പറഞ്ഞാണ്. ഈ ക എന്നല്ല, കുൽ എന്നല്ല, ഖുൽ. തൊണ്ടയിൽ നിന്ന് അല്ലേ? തൊണ്ടയിൻ്റെ മേലേ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അല്ലേ? തൊണ്ടല്ല, തൊണ്ടയുടെ മേലേ ഭാഗത്തു നിന്ന് അല്ലേ? നാവിൻ്റെ ആ അങ്ങേയറ്റം ചെയ്യാം, മേലേ ഭാഗത്ത് തട്ടുന്ന ഇത് അല്ലേ? ഖുൽ. കുൽ എന്നല്ല, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അവിടെ ഒരു മണിക്കൽ വേണം, ശബ്ദമുള്ള നൂന് പറഞ്ഞു അല്ലേ? ബിറബ്ബിൻ നാസ്. നമ്മളെ ക്ലാസ് കുറഞ്ഞ ആയത്തുകൾ ഇങ്ങനെ എടുത്ത് ഓതുകയാണ്. ഇനി എപ്പോൾ ഓതുമ്പോഴും എടുത്ത് എന്ത് ചെയ്യുക? പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്യണം? ഓരോ ആയത്ത് ഞാൻ ഇപ്പോൾ ഒന്നായിട്ട് പറഞ്ഞു പോകുകയെന്ന് മാത്രം. 2-3 ആയത്ത് ഇപ്പോൾ നമ്മൾ 12 ആയത്ത് ഓതി ഉസ്താദ് ചിലപ്പോൾ ഓരോ ദിവസം 1, 2, 3 ആയത്തുകൾ എടുക്കുള്ളൂ. അപ്പോൾ ആ എടുക്കുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബാക്കി നമ്മളെന്ത് ചെയ്യുക? അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കേൾക്കുക. എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക.
ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അവിടെ ഒരു നീട്ടൽ വേണം, ബിറബ് ശബ്ദം വേണം, പിന്നെ ഒന്ന് മണിക്കുക, അതിന് ശേഷം നീട്ടുക, മണിച്ചതിന് ശേഷം നീട്ടുക. ബിറബ്ബിൻ നാസ്. അടുത്ത ആയത്ത് വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കുക. മാലിക്കി, മലിക്കി എന്ന് ഓതാൻ സാധ്യതയുണ്ട്. നമ്മളും ചിലപ്പോൾ അങ്ങനെ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് പോകാൻ സാധ്യതയുണ്ട്. മലിക്കിന്നാസ് എന്ന് പറയരുത്, തെറ്റാണ്. എന്താ പറഞ്ഞത്? മലിക്കി, മലിക്കിന്നാസ് എന്ന് പറയരുത്. അപ്പോൾ പിന്നെ കാഫിന് ശബ്ദമുള്ള പോലെയായി, അത് പറയരുത്. മലിക്കിന്നാസ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ആ മണിക്കരൊക്കെ വരുമ്പോൾ തന്നെ എന്താ നല്ല, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഓത്താവുമ്പോൾ ഒന്നുകൂടി മനോഹരമായ ഓത്തായിപ്പോൾ മാറും. ഇലാഹിൻ നാസ് മിൻ ഷർറിൽ ഷർറി എന്ന് പറയരുത്. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ഒന്നുകൂടെ. قل أعوذ برب الناس ملك الناس إله الناس. ഇലാഹി എന്ന് പറയുന്നത് ഇലാഹി. ഇലാഹിൻ നാസ് മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്. ഇപ്പൊ തന്നെ കൂട്ടി വായന ശരിയാക്കുക. മിൻ ഷർരി അൽ വസ്വാസി എന്ന് പറയുന്നത് മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. മക്കളെ, ഉസ്താദിന്റെ കൂടെ ഓതാ. ഉമ്മ ആരെങ്കിലും ഓദിപ്പിക്കുമോ? മകന്ത് 2-3 പ്രാവശ്യം നോക്കിയിട്ട് നല്ല ഉഷാറായിട്ട് അക്ഷരം തെറ്റാതെ ഓതിക്കൊടുക്കുക. ഇന്ന് കാണാതെ പഠിപ്പിക്കണ്ട, ഇന്ന് എന്ത് ചെയ്യുക, ക്ലാസ് ഇങ്ങനെ കേൾപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഓദിപ്പിക്കുക. നോക്കിയിട്ട് ഇങ്ങനെ ഓദിപ്പിക്കുക. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം നോക്കിയിട്ട് ഓദിപ്പിക്കുക. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം 1ാമത്തെ ആയത്ത് ഒന്ന് കാണാതെ ഓദിപ്പിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കിട്ടും. പിന്നെ 2ാമത്തെ ദിവസം ഓലന്നെ അടുത്ത ദിവസം പിന്നെ 2ാമത്തെ ആയത്ത് ഓലന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അവരെ പിന്നാലെ കൂടാതെ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. നമ്മൾ കുട്ടി പഠിക്കുന്നില്ല, നമ്മളൊന്ന് അവരെ ഒന്ന് ഇരുത്തിയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഓദിപ്പിക്കുക. ഓതേൻ്റെ രൂപങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, അത് അവരെ കൊണ്ട് ഓദിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു അല്പസമയം നമ്മളൊന്ന് മാറ്റിവെച്ചാൽ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഓരോ വീഡിയോകൾക്ക് എന്ത് ചെയ്യുക, പരമാവധി ശ്രദ്ധിക്കുക, അതനുസരിച്ച് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് 3ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഹിഫ്ള് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഹിസ്ബും നമുക്ക് നോക്കിയിട്ട് ഓതാം. അപ്പോൾ രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പിന്നെ ഖത്മുൽ ഖുർആൻ്റെ സാധാരണക്കാർക്കൊക്കെ പഠിക്കാൻ പറ്റിയ ക്ലാസ് ഉണ്ട്. അത് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, താഴെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.